ഇയ്യോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇയ്യോബ് ആരാണ് ആരാണെന്നറിയാൻ ഇയ്യോബിന്റെ പുസ്തകം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കണം. ഈ ഒരു വാക്യത്തിൽ ഇയ്യോബ് ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഇയ്യോബ് എന്ന വാക്കിന്റെ അർത്ഥം പീഡിപ്പിക്കപ്പെടുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. തന്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ സന്തോഷത്തിന്റെ അനുഗ്രഹത്തിന്റെ കുറെ നാളുകൾ ആ മനുഷ്യൻ അനുഭവിച്ചതാണ്. പക്ഷെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ പീഡനങ്ങളുടെ, പ്രതിസന്ധികളുടെ, കഷ്ടതയുടെ അനുഭവത്തിലൂടെ ഈ മനുഷ്യൻ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദൈവവചനം ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഈ സമയം ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ സന്തോഷത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്, ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്, മതിമറന്ന് നമ്മൾ ആഹ്ലാദിച്ചിട്ടുണ്ട്. അതുപോലെ ജീവിതത്തിലും കുടുംബത്തിലും സന്തോഷം മാത്രമല്ല വരുന്നത്, നേരെ എതിരായ പല സങ്കടകരമായ പ്രതിസന്ധി നിറഞ്ഞ അനുഭവങ്ങളും നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കടന്നു വരും. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷത്തിന്റെ ദിനങ്ങൾ ഉള്ളതുപോലെ പ്രതിസന്ധികളുടെയും കഷ്ടങ്ങളുടെയും അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, സന്തോഷം വരുമ്പോൾ മാത്രം നമ്മൾ സന്തോഷിച്ചാൽ മതിയാ? പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം? സന്തോഷിക്കാൻ കഴിയണം. അതാണ് പൗലോസും പഠിപ്പിച്ചത്. ഇവിടെ ഇയ്യോബ് പീഡനങ്ങളിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. അതിനു മുൻപ് ഈ മനുഷ്യൻ തന്റെ മക്കൾക്കെല്ലാവർക്കും വേണ്ടി യാഗമർപ്പിക്കുകയും, അവരെന്തെങ്കിലും പാപം ചെയ്തിട്ട് തെറ്റിപ്പോയിട്ടുണ്ടോ, അതുകൊണ്ട് ദൈവശിക്ഷ വരാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി യാഗങ്ങളൊക്കെ അർപ്പിച്ച് പ്രാർത്ഥിച്ചു പോയ മനുഷ്യനാണ്. അപ്പൊ തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ദൈവം ചില പാഠങ്ങൾ ആ മനുഷ്യനെ പഠിപ്പിച്ചു. അദ്ദേഹം രോഗത്തിലൂടെ കടന്നുപോയി. തന്റെ മക്കൾ നഷ്ടപ്പെട്ടു, തന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു. അദ്ദേഹം വലിയ രോഗത്തിന്റെ വേദനയിലൂടെ കടന്നുപോയി. ആ വേദനയിലൂടെ കടന്നു പോയപ്പോഴാണ് അദ്ദേഹം ഒരുപാട് പാഠങ്ങൾ പഠിച്ചത്. നമുക്ക് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒന്നും പഠിക്കില്ല, ഒന്നും പഠിക്കാനില്ല നമുക്ക്. പക്ഷേ നമുക്കൊരു യഥാർത്ഥ കഷ്ടം വരട്ടെ, ഒരു യഥാർത്ഥ നിന്ന വരട്ടെ, ഒരു യഥാർത്ഥ പീഡനത്തിന്റെ അനുഭവം വരട്ടെ, അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ആ തീച്ചൂളയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയാത്ത പല പാഠങ്ങളും പഠിക്കാൻ തുടങ്ങും, മനസ്സിലാക്കാൻ തുടങ്ങും. ഇവിടെ ഇയ്യോബ് ഏറ്റവും കൂടുതൽ ജീവിതത്തെക്കുറിച്ചുള്ള നല്ല നല്ല പാഠങ്ങൾ അദ്ദേഹം തിരിച്ചറിഞ്ഞത്, പഠിച്ചത് എപ്പോഴാണെന്ന് അറിയാവോ? അദ്ദേഹം ആ പ്രതികൂലത്തിലൂടെ കടന്നു പോയപ്പോഴാണ്. അങ്ങനെ അദ്ദേഹം കടന്ന് മുന്നോട്ട് പോയി മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം തന്റെ പ്രാർത്ഥനാ രീതിക്കൊരു വ്യത്യാസം വരുത്തി. ഇവിടെ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, ഇയ്യോബ് എന്ന മനുഷ്യൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, തന്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്, തന്റെ സ്വത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്, തന്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എല്ലാം അധികം നിർത്തി. അതുവരെ അദ്ദേഹം അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതാണ് ഈ 42-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല.
നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതെല്ലാം മറന്ന് പോയാലും കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ സഭയിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ അയൽവക്കക്കാർക്ക് വേണ്ടി, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, നമ്മുടെ സ്നേഹിതന്മാർക്ക് വേണ്ടി, മറ്റു പാസ്റ്റർമാർക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് ശുശ്രൂഷകൾക്കും വേണ്ടി, മറ്റ് സഭകൾക്ക് വേണ്ടി, അവിടെയുള്ള ദൈവമക്കൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി നിസ്വാർത്ഥമായൊരു ഹൃദയത്തോടെ യോബിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മുടെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്തുകയുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരാത്തത്? ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷേ ആ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കുക, ഒരു ഒഴുക്കം മട്ടിൽ ആ പ്രാർത്ഥന പലപ്പോഴും പോകുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്ന് പ്രാർത്ഥിച്ച് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോകുന്നു, പക്ഷെ നമ്മുടെ വിഷയത്തിന് വേണ്ടി, നമ്മുടെ വ്യക്തിപരമായ വിഷയത്തിന് വേണ്ടി വളരെ സ്ട്രെസ് ചെയ്ത് ഉറപ്പിച്ച് ശക്തമായി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവും. ഇതിനൊരു വ്യത്യാസം വരണം. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി വലിയ പ്രാധാന്യം നമ്മൾ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പ്രാർത്ഥിക്കണം. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് വലിയ ശക്തി കൊടുത്തില്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ വിഷയം എന്റെ സ്വന്തം വിഷയമാണ്, എന്റെ സ്വന്തം കാര്യമാണ്, എന്റെ സ്വന്തപ്പെട്ടവരാണ്, എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, അവരനുഗ്രഹിക്കപ്പെടണം, അവർ മാനിക്കപ്പെടണം, അവർ അഭിവൃദ്ധിപ്പെടണം, അവർ ഉയർത്തപ്പെടണം, അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവര് എല്ലാവിധത്തിലും മാനിക്കപ്പെടണം എന്നാഗ്രഹിച്ചുകൊണ്ട് സ്വാർത്ഥതകൾ ഉപേക്ഷിച്ച്, ഇന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സ്വാർത്ഥരാണ്. അന്ത്യകാലത്ത് മനുഷ്യൻ സ്വാർത്ഥതയുള്ളവരായി തീരുന്നാണ് വചനം പറയുന്നത്. സ്വാർത്ഥർ, സ്വന്തം കാര്യം, ഞാനും എൻ്റെ കുടുംബവും മാത്രം, എന്റെ ആവശ്യങ്ങൾ മാത്രം, അത് മതി, വേറെ മറ്റാരുടെ കാര്യം ഞാൻ ചിന്തിക്കുന്നില്ല, എനിക്കത് ചിന്തിക്കാൻ നേരമില്ല, എന്റെ കാര്യം, എന്റെ കുടുംബത്തിന്റെ കാര്യം ഓക്കെ ആണോ, ഞാൻ സന്തോഷവാനാണ്. ഇതിനെയാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. അതിനെ കുഴിച്ചു മൂടണം. അതിനെ കുഴിച്ചു മൂടിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, നിന്നെപ്പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം എന്നുള്ള ക്രിസ്തുവിന്റെ ആ കൽപ്പനയിലേക്ക് നമ്മൾ അടുത്തു വരണം. യോബ് അതാ ചെയ്തത്. തനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒക്കെ അത് അവസാനിപ്പിച്ചു, തന്റെ സ്വാർത്ഥത ഉപേക്ഷിച്ചു. അദ്ദേഹം ഇപ്പോൾ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി, തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി, മറ്റു മനുഷ്യർക്ക് വേണ്ടി ആത്മാർത്ഥമായി മനുഷ്യന് ഇടിവിൽ നിന്ന് മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അത്ഭുതകരമായ വ്യത്യാസമാണ് യോബിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ തുടങ്ങിയത്. അതാണ് ഈ വാക്യത്തിൽ പറയുന്നത്. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, എടുത്തു പറയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി യോബ് എന്ന ഭക്തൻ, യോബ് എന്ന ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. ഇതെങ്ങനെ സംഭവിക്കും? ഇദ്ദേഹത്തിന്റെ സ്ഥിതിക്ക്, യോബിന്റെ സ്ഥിതിക്ക്, യോബിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരണമെങ്കിൽ യോബിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? യോബിന് വേണ്ടി തന്നെ ശക്തിയോടെ പ്രാർത്ഥിക്കണ്ടേ? പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥിതി
വളരെ വഷളായി പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മനോഭാവം എന്തായിരുന്നു? ഞാനും എന്റെ കുടുംബവും എന്റെ ആവശ്യങ്ങൾ, അതിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത്. പിന്നീട് അദ്ദേഹം മനസ്സിലാക്കി, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ശരിയാവില്ല, പ്രാർത്ഥന സ്റ്റൈല് മാറ്റണം, രീതി മാറ്റണം. അദ്ദേഹം അത് കണ്ടെത്തി, തന്റെ അനുഭവങ്ങളിലൂടെ അത് കണ്ടെത്തി. എന്നിട്ട് ഒരു തിരുത്തിയ പ്രാർത്ഥനയിലേക്ക് അദ്ദേഹം മടങ്ങി വന്നു. അദ്ദേഹം മറ്റുള്ളവരുടെ വിഷയങ്ങൾ, രോഗമാണോ, ഭൗതിക ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിവിധ പ്രശ്നങ്ങളാണോ, അതിനുവേണ്ടി ആത്മാർത്ഥമായി അവരുടെ വിഷയങ്ങളെ സ്വന്തം വിഷയങ്ങളായി ഏറ്റെടുത്തുകൊണ്ട് അവർക്കു വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ വിശ്വാസത്തോടെ യോബ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ സ്നേഹിതന്മാരുടെ സ്ഥിതിക്കല്ല ഭേദം വന്നത്. അതാണ് മർമ്മം, അതാണ് ഈ വചനത്തിന്റെ സത്യം. യഹോവ മറ്റു മനുഷ്യരുടെ ആവശ്യങ്ങൾ യോബിന്റെ പ്രാർത്ഥനയിലൂടെ കേട്ട കർത്താവ് ആ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം ഇടപെടാൻ തുടങ്ങി, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കാൻ തുടങ്ങി. അവന്റെ പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്കല്ല ദൈവം ആദ്യം ഇറങ്ങി വന്നത്. ദൈവം ആദ്യം ഇറങ്ങി വന്നത് ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി. ഇയ്യോബിന്റെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്താൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു സത്യമുണ്ട്. മറ്റു മനുഷ്യർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണോ, അവർക്കല്ല ആദ്യം ദൈവം അനുഗ്രഹം കൊടുക്കുന്നത്. നമുക്കായിരിക്കും, നമ്മുടെ ജീവിതത്തിലായിരിക്കും, നമ്മുടെ വിഷയങ്ങളിലായിരിക്കും. നമ്മുടെ വിഷയങ്ങളിൽ ദൈവം ഇടപെടും. ഇതൊരു മഹാസത്യമാണ്. ഈ മർമ്മം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യോബിന്റെ പ്രാർത്ഥന ദൈവം കേട്ടപ്പോൾ തന്റെ സ്ഥിതിക്ക് ഭയങ്കരമായ വ്യത്യാസമാണ് ഉണ്ടായത്. അത്ഭുതകരമായ വ്യതിയാനം, അത്ഭുതകരമായ വ്യത്യാസം. അവന്റെ സ്ഥിതി എത്ര വഷളായിരുന്നുവോ, എത്ര അന്ധകാരം നിറഞ്ഞതായിരുന്നോ, അതിന് ദൈവം ഭേദം വരുത്തുവാൻ തുടങ്ങി. ഭേദം വരുത്തുക എന്ന് പറഞ്ഞാൽ, നമ്മൾ രോഗമൊക്കെ മാറുമ്പോൾ പറയും എന്റെ രോഗം ഭേദമായി. രോഗം ഭേദമാകാതിരിക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് മൂടി പുതച്ച് നമ്മൾ അവിടെ കിടക്കും. പക്ഷെ ഭേദമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടത്തോ? പിന്നെ നമ്മൾ ഉഷാറായിട്ട് നടക്കും. ഇദ്ദേഹത്തിന്റെ രോഗത്തിനും ഇദ്ദേഹത്തിന്റെ എല്ലാ ജീവിതത്തിന്റെ ആവശ്യങ്ങളിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവായ ദൈവം ഭേദം വരുത്തി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും 100% ഉറപ്പായിട്ട് പറയുന്നത്. പക്ഷെ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഇയ്യോബിനെ പോലെ പ്രാർത്ഥിക്കണം. എന്നാലാണ് ഇയ്യോബിനുണ്ടായ അതേ അവസ്ഥ, അതേ അനുഗ്രഹം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. യഹോവ ഇയ്യോബിന്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്തി എന്ന് മാത്രമല്ല, പിന്നെ പറയുന്നു, മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. മുമ്പ് അദ്ദേഹത്തിന് എന്താണ് ഉണ്ടായത്? അദ്ദേഹത്തിന് ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു, ആടുമാടുകൾ ഉണ്ടായിരുന്നു, വേലക്കാരുണ്ടായിരുന്നു, സ്വർണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഉണ്ടായിരുന്നു, 10 മക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ടാണ് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയത്. നമ്മൾ വല്ലതും ആയിരുന്നെങ്കിൽ കർത്താവിനെയും തള്ളിപ്പറഞ്ഞ് ഈ വിശ്വാസത്തെയും തള്ളിപ്പറഞ്ഞ് നമ്മുടെ പാട്ടിന് പോയാൽ
പക്ഷേ യോബ് ദൈവഭക്തനായതുകൊണ്ട് അടിയുറച്ചു നിന്നു. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതിക്ക് ഭേദം വന്നു. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും നമ്മൾ ഈ പുസ്തകം പഠിക്കണം. പ്രത്യേകിച്ച് 42-ാം അധ്യായം തുടർന്ന് നിങ്ങൾ വായിക്കണം. അദ്ദേഹത്തിന് എന്തെല്ലാം സമ്പത്ത് ഉണ്ടായിരുന്നോ അതിന്റെ ഇരട്ടിയായി കർത്താവ് കൊടുത്തതായി നമുക്കിവിടെ കാണാൻ കഴിയും. 10 മക്കളെ നഷ്ടപ്പെട്ടു. ദൈവം വീണ്ടും പുതിയ മക്കളെ ദൈവം കൊടുത്തു. അങ്ങനെ എല്ലാവിധത്തിലും ആത്മികമായിട്ടും കുടുംബപരമായിട്ടും ഭൗതികമായിട്ടും ശാരീരികമായിട്ടും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരനുഗ്രഹിക്കപ്പെട്ടവനായി, ദീർഘായുസ്സുള്ളവനായി, ആരോഗ്യപൂർണനായി, ദൈവഭക്തനായി അദ്ദേഹം ദൈവസന്നിധിയിൽ ജീവിച്ച് ദൈവം വിളിച്ചപ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. ഇങ്ങനെയൊരു ജീവിതമാണ് ദൈവം നമ്മളെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. അതിനെന്ത് നമ്മൾ ചെയ്യണം? വേറൊന്നും നമ്മൾ ചെയ്യണ്ട. ഈ വാക്യത്തിൽ പറയുന്നത് പോലെ മറ്റു മനുഷ്യർക്ക് വേണ്ടി, മറ്റാളുകൾക്ക് വേണ്ടി ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ അവരുടെ വിഷയം എൻ്റെ സ്വന്തം വിഷയമാണ്. ഞാനത് ഏറ്റെടുത്ത് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും സാരമില്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് ശക്തമായൊരു തീരുമാനമെടുത്ത് ഇങ്ങനൊരു പ്രാർത്ഥനാ രീതിയുമായിട്ട് നമ്മൾ ദൈവസന്നിധി ജീവിക്കുകയാണെങ്കിൽ ഈ വാക്യം മാംസമായി, ജഡമായി, ആ വാക്തത്വം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുന്ന അത്ഭുതകരമായ കാഴ്ച കാണാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും.